നമസ്കാരം. മിഥുനമാസം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ മിഥുനമാസത്തിലെ ആദ്യത്തെ ചില ദിവസങ്ങൾ നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ, അതായത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ദിവസങ്ങളാണ് വരുന്ന 5 ദിവസങ്ങൾ. അതിനാൽ വരുന്ന ദിവസങ്ങൾ മുതൽ, അതായത് 17, 18, ജൂൺ 17, 18, 19, 20, 21 എന്നീ ദിവസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാകുന്നു. ആദിത്യൻ മിഥുനം രാശിയിൽ മകയിരം, തിരുവാതിര, ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലുമാണ്. കൂടാതെ ജൂലൈ 21, 22 തീയതികളിൽ വെളുത്ത വാവ് വരുന്നു. ചന്ദ്രൻ അത്തം മുതൽ മൂലം വരെയുള്ള നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ചൊവ്വ മേടം രാശിയിലുമാണ്. അശ്വതി ഭരണി നാളുകളിലുമായി സഞ്ചരിക്കുന്നതുമാകുന്നു. ബുധനും ശുക്രനും മിഥുനം രാശിയിൽ മകയിരം, തിരുവാതിര നാളുകളിലുമാണ്. ബുധ-ശുക്രന്മാരുടെ മൗഢ്യം തുടരുകയുമാണ്. ഇതും പ്രസ്താവ്യം തന്നെയാണ്. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലുമാണ്. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലൂടെ സഞ്ചരിക്കുന്നു. രാഹു മീനം രാശിയിൽ രേവതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലുമാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മുൻപ് പരാമർശിച്ചതുപോലെ വരുന്ന 5 ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. 4ാം ഭാവാധിപനായ ചന്ദ്രന് പൂർണ്ണബലമുള്ള സമയമായതിനാൽ മനസുഖവും ദേഹസുഖവും വന്ന് ചേരുന്നതായ സമയമാകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ന്യായമായ ആവശ്യങ്ങൾ നിരവധിയുണ്ട്. അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ തൊഴിലിടത്ത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും സമാധാനം ലഭിക്കുകയും ചെയ്യുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നൽകുന്നു എന്ന കാര്യവും ഓർക്കുക. സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞു പോകും. ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്. കർമ്മപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് എന്ന കാര്യവും എടുത്തു പറയേണ്ടതായ കാര്യമാകുന്നു. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മത്സരങ്ങളെ ഫലപ്രദമായി തന്നെ നേരിടുവാൻ സാധിക്കും. അഥവാ തൊഴിലുമായി ബന്ധപ്പെട്ട മത്സരങ്ങളെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാം എന്നതും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ കാര്യമാകുന്നു. ഈ സമയം പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. കുടുംബത്തിൽ സുഖവും സമാധാനവും പുലരുന്നതായ ദിവസങ്ങളാണ് വരുന്ന 5 ദിവസങ്ങൾ. എന്നാൽ മിഥുനമാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായ മാസമാണ് എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ വരുന്ന 5 ദിവസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഹൃദ്യമായ പല അനുഭവങ്ങളും ലഭിക്കും. യാത്രകൾ നടത്തേണ്ടതായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. മറ്റു ചില ആവശ്യങ്ങളുണ്ട് എങ്കിൽ അത് നടത്തിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പദവികളിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹനം വാങ്ങുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ 3ാം ഇടത്തിലെ ആദിത്യ സഞ്ചാരം നിങ്ങൾക്ക് വളരെ ഗുണകരമായി ഭവിച്ചിരിക്കുന്നതായ ദിവസങ്ങളാണ് ഇത്. വേതന വർധനവ് അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, നിങ്ങളുടെ സ്വശക്തി തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായും ശുഭവാർത്തകൾ കൊണ്ടും നിറയുന്നതായ ദിവസങ്ങളാണ് എന്ന് ഓർക്കുക.
പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും 70-75% വ്യക്തികൾക്കും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് മിഥുനമാസം പൊതുവെ ശുഭകരമല്ല. എന്നിരുന്നാൽ പോലും ഈ വരുന്ന 5 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു. നക്ഷത്രനാഥനായ ചന്ദ്രന് പൂർണ്ണബലമുള്ള സമയമാകുന്നു. അതിനാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ പ്രയത്നത്താൽ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. ഗൃഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്നതാണ്. കൂടാതെ മനസന്തോഷങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നെത്തും എന്ന കാര്യവും ഓർക്കുക. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം കൃത്യത പുലർത്തുവാൻ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കഴിവുകൾ തിരിച്ചറിഞ്ഞ് പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും വിജയങ്ങൾ നേടുവാനും സാധിക്കും. പല രീതിയിലുള്ള തർക്കങ്ങൾ, അത് കുടുംബ തർക്കങ്ങളാണ് എങ്കിലും ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ 5 ദിവസങ്ങൾ ഭാഗ്യം വർദ്ധിക്കുകയും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാർക്കും പൊതുവെ മിഥുനമാസം ശുഭകരമല്ല എന്ന് നിസ്സംശയം പറയാം. എന്നാൽ വരുന്ന 5 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഗാർഹികമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സുഖവും സമാധാനവും വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വായ്പ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാം. ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസന്തോഷത്തിന് കാരണമാകുന്ന പല അവസരങ്ങൾ, ശുഭകരമായ വാർത്തകൾ എന്നിവ വന്നു ചേരാം. കൂടാതെ ഈ സമയം ചികിത്സയുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരുകയോ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച വന്നു ചേരാവുന്ന സമയമാകുന്നു. കൂടാതെ ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും ധനപരമായ നേട്ടങ്ങളും ബിസിനസ് പരമായ ചില നേട്ടങ്ങളും വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. 11ാം ഭാവത്തിലെ ആദിത്യ ബുധ ശുക്രന്മാർ ഔദ്യോഗിക ജീവിതം നിങ്ങൾക്ക് അനുകൂലമാക്കുകയും കൂടാതെ മറ്റ് നേട്ടങ്ങൾ മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ചുമതലകൾ ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും നിരാശപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാകുന്നു. തെറ്റുകൾ പറ്റും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വരുന്ന 5 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി ഭവിക്കും. സാമ്പത്തികപരമായ സഹായങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. വായ്പ ലഭിക്കാം. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട്, അത് മക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങളും വന്ന് ഭവിക്കാവുന്നതാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസങ്ങളാണ് വരുന്ന 5 ദിവസങ്ങൾ. നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ ഈ 5 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ വളഞ്ഞ വഴികളിലൂടെ പല കാര്യങ്ങളും ചെയ്യുവാൻ പ്രലോഭനമുണ്ടാകും. എന്നിരുന്നാലും അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ പ്രവർത്തന ശൈലി സ്വീകരിക്കപ്പെടുന്നതായി മാറും. എതിർപ്പുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും. കൂടാതെ ഈ സമയം പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക.
ലോൺ ലഭിക്കുക അഥവാ ധനപരമായ സഹായങ്ങൾ ലഭിക്കുക, ബിസിനസ്സിൽ ഉയർച്ച, അതേപോലെ തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിമർശകർ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ സംസാരം വളരെയധികം ശ്രദ്ധിച്ച് വേണ്ടതാകുന്നു. അതല്ല എങ്കിൽ മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറാം. ആ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. പൊതുവെ ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത്. ശുഭവാർത്തകൾ തേടിയെത്താം. ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും അനുകൂലമായ ദിവസങ്ങൾ കൂടിയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഒഴിവായി പോകുന്നതാണ്. കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെ ഈ നക്ഷത്രക്കാർ ഏവരും ഭജിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ സമയം വളരെ ശുഭകരമാണ്. ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.